സ്കിറ്റായിരുന്നു. ഒരു ഉഷാർ കൈയടി. എന്റെ സൗണ്ടിനകത്തോട് നിങ്ങളുടെ കൈയടി കൂടണം. ഓക്കെ, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഫോണ് നോക്കോണ്ടിരിക്കുക. അതിനകത്തെ ചാർജ് കുറവാ. എനിക്ക് 1-2 കോൾസ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടാ. ഇത്തിരി നേരം കൂടെ കണ്ടോട്ടെ. എന്തോന്ന് കാണാൻ ഇത്ര? ഞാനേ പോരാ. കല്ലുണ്ടായിരുന്നു, കളിക്കായിരുന്നു. ഇതൊക്കെയാണ് ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ലിപ്സ്റ്റിക്ക് ചേച്ചെങ്ങാണ് പറഞ്ഞ കൊല്ലും. പാറക്കുട്ടി ഇപ്പൊ സുന്ദരിയായിട്ട്. അയ്യോ ചേച്ചി, മാഡം, എന്താ ചേച്ചി? ഞാൻ വിളിച്ചിട്ടെന്നാ വിളിയേക്കാഞ്ഞ്? ഞാൻ കേട്ടില്ല ചേച്ചി. എന്താ പരിപാടി? ഒരു പരിപാടി ഇല്ല, ഞാൻ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടന്നുപോയി. അയ്യടാ, എന്തോന്ന് ഇതിന് മാത്രം കിടന്ന് ആലോചിക്കാൻ? സ്കൂളിൽ ഓരോ കാര്യങ്ങളെ. സ്കൂളിൽ പോവാത്ത നീ സ്കൂളിലെ കാര്യങ്ങളോ? അതൊക്കെ തന്നെ ആലോചിച്ച് കിടന്നേ. കഴിച്ചാ നീ? ആ. എപ്പ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കഴിച്ചു ചേച്ചി. ആ, എന്നാ കിടന്നു. ചേച്ചി, പിന്നെ അളിയൻ വന്നായിരുന്നു കേട്ടാ. അവൻ എത്തിയാ? ആ. എപ്പോ വന്നേ? ഇപ്പൊ വന്നേ. എന്നിട്ട് അവിടെ അത്യാവശ്യമായിട്ട് കോൾ ചെയ്യാനെന്നും പറഞ്ഞു പോയി. സാധാരണ അവൻ വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ എന്നെ അന്വേഷിച്ച് വരേണ്ടതാണല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി നോക്കിട്ട് വരാം. പോയിട്ട് വാ. എന്ത് ചേച്ചി? സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? ഒരു പരിപാടി ഇല്ലായിരുന്നു. ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല? എന്നാ പോയി അളയെ നോക്കിട്ടോ. വഴി ഇല്ലെന്ന് ഒരു കാര്യം. ഓ, എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ തുണി അവിടെ ഇവിടെ വലിച്ചിടുക, കഴുകാൻ ഞാൻ ഒരുത്തിണ്ടല്ലോ. എന്നാ പിന്നെ ഒരു തവണയും കൂടി ഇട്ടൂലേ? അതുമില്ല.
നിനക്കാ? லெச்சோ ലച്ചോ ടൈം എവളോ ആச்சு தெரியுதா? സമയത്തിനെ പറ്റിയൊക്കെ ഞാൻ തന്നെ ചിന്തിക്കണേ. സമയമാകുമ്പോ അതിന്റെ വഴിക്ക് അങ്ങ് പോവും. അതിനകത്ത് പിടിച്ചു വെക്കാനൊന്നും പറ്റൂല. മനസ്സിലായ? മനസ്സിലായി. அப்படின்னா நான் போட்டா? അതിന്റെ എഴുതുന്നേ നൈസായിട്ട് മനസ്സിലായെന്ന് പറഞ്ഞ പോവാണല്ലേ? അന്നൊന്ന് പോയാണ്ടി. ശിവ ശിവ ചാലും വരൂല. ശിവ എന്താ ചേച്ചി? ഞാൻ വിളിച്ചോളൂ. നീ എന്തിനാ ഓടിച്ചാടിയൊക്കെ വരുന്നേ? ചേച്ചി വിളിച്ചോണ്ട് ഞാൻ വിളിച്ചെന്നും പറഞ്ഞ് പയ്യെ ആലോചിച്ച് ആടി ആടി വന്നാ പോരായിരുന്നോ? പോയിന്റ്. പക്ഷെ ചേച്ചിയുടെ വിളിയിലേ എന്തോ ഒരു കാര്യമുള്ള കാര്യം പോലെ എനിക്ക് തോന്നി. ഞാൻ പോയിട്ട് നടന്നു വരണോ? വേണ്ട. നിനക്കെന്നെ പേടിയുണ്ടോ? നിനക്കെന്നെ പേടിയുണ്ടോന്ന്? പേടിയുണ്ടോന്നൊക്കെ ചോദിച്ചാ അല്ല, പേടിയില്ല, പക്ഷെ ഉണ്ട്. ശരി, അതിനെന്നെ പേടിക്കണേ? ചേച്ചി സംഗതി ശരിയാണ്. നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, മച്ചാണ്. പക്ഷേ പറയുമ്പോ ചേച്ചി എന്റെ ചേച്ചിയാണല്ലോ. അപ്പൊ ചേച്ചിയെ ഇച്ചിരി പേടി വേണമല്ലോ, അല്ലേ? എന്താ പറഞ്ഞല്ലേ? എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? സ്വഭാവത്തിന് മാറ്റം എന്നൊക്കെ പറയുമ്പോഴേ ഉണ്ട്, ഇഷ്ടംപോലെ മാറ്റം ഉണ്ടല്ലോ. എന്റെ പൊന്നി ചേച്ചി, സത്യം പറയല്ലോ, ഞാൻ എപ്പോഴും വിചാരിക്കും ചേച്ചിയുടെ പറയണം. പക്ഷെ പറയാൻ പറ്റൂല, കാരണം ചേച്ചിയുടെ സ്വഭാവം ഇതല്ലേ. ചിലപ്പോ ചാടി കളിച്ചോണ്ട് വന്നല്ല. ഇപ്പൊ ചേച്ചി പറയണ്ടതാ. ആദ്യം നീ നിന്റെ സ്വഭാവം നേരാക്ക്, എന്നിട്ട് എന്റെ നേരാക്കാൻ വാ. അവൻ വലിയ സിദ്ധാന്തം പറയുന്നു. ലച്ചു, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? നീ ഒന്നും കഴിക്കുന്നില്ലയോ? ഞാൻ പിന്നെ കഴിച്ചോളാം. എന്താ ഇപ്പൊ കഴിച്ചാലേ? ഇപ്പൊ കഴിച്ചാൽ ദഹിക്കൂല. അത് തന്നെ. തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. അത് തന്നെ എപ്പം നോക്കിയാലും തർക്കുത്തരാണ് അമ്മ. കോടരണ്ടെണ്ണം എന്റെ അമ്മ ഒന്ന് ആ ചെറുക്കനെ വിളിച്ചോണ്ട് പോയെ. ഒന്നാമത് എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതിരിക്കുക. ചേച്ചിയുടെ സ്വഭാവം ഇവിടെ ആർക്കാണ് പിടിക്കണത്? ഞാൻ പോവില്ല. നീ പോവില്ലേ? ഞാൻ പോവില്ല. എന്നാ നീ അമ്മമ്മേനെ വിളിച്ചോണ്ട് പോ. പോടാ. ഞാൻ പോണു. കഴിക്കാൻ പറ്റുന്നുണ്ടോ? കഴിക്കാൻ തരാം. എന്നാ ഇട്. നിന്റെ അഹങ്കാരം ആദ്യം നീ നിർത്ത്.